അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇന്ന് ഒരുപാട് പരസ്യചിത്രം കിടക്കുന്നില്ലേ, ചാണകം കരിത്തീറ്റ എന്തെങ്കിലും ഒന്നിനെ വിളിച്ചൂടെ, ചാണകം വരി തെങ്ങിനിട്ടാ നല്ലത്, എന്തെങ്കിലും എടുത്തു എൻ്റെ തോളത്തിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടേ. VKP എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ്. ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത്. ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ ലോട്ടറി എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ്. അങ്ങനെ ഒരു പിന്നണി ഗായകനാകാൻ സാധിച്ചു. എനിക്ക് ഈ കൊള്ളൊന്നും പറയാനില്ല. ആദ്യമായിട്ട് എൻ്റെ ക്ഷണിച്ചുവെച്ചോടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. അത് മാത്രമല്ല, ലോട്ട് ഓഫ് റെസ്പെക്റ്റഡ് ഡയറക്ടേഴ്സ് ആൻഡ് ആക്ടേഴ്സ് ആർ ഹിയർ. സോ ഐ എം സ്ലൈറ്റ്ലി നെർവസ്, ബട്ട് ഫിലിം ഇസ് ദ വൺ വിച്ച് ഷുഡ് സ്പീക്ക്. അപ്പോൾ ഈ സിനിമ സംസാരിക്കും എന്ന് വിശ്വസിക്കുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു. ജോഷി സർ, സിയാദ് കോക്കർ സർ, സിബി മലയാൽ സർ, ശ്യാം സർ, രഞ്ജിത്ത് സർ, ഓൾ ഓഫ് ദ ലെജൻഡ്സ് ഓർ ഹിയർ ഞങ്ങളെ ബ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച്. സിനിമയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ VKP എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ്. ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത്. പാരപ്പഴവും ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശയും കൂടെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റിൽ. ആൻഡ് വിനോദ് നിത്താൻ, വിനോദേട്ടൻ വെരി നൈസ് പ്രൊഡ്യൂസർ, ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തന്നു. ആൻഡ് ഹിസ് എൻറ്റയർ ടീം, RD, and also I would like to mention Samir Seth, his partner, and his another partner RD. പിന്നെ ഓഫ് കോഴ്സ് അശ്വിൻ വളരെ എന്താ പറയുക പുതിയൊരു ടാലൻറ്റ്. ഐ ഫോർഗോട്ട് ടു മെൻഷൻ പദ്മ സർ, സോറി ഞാൻ കണ്ടില്ല. അശ്വിൻ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു. പിന്നെ മനമുള്ള രാജു ചേട്ടൻ, ഞങ്ങളുടെ അശോകൻ ചേട്ടൻ, ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ചെയ്തൊരു സിനിമയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ആൻഡ് എനിക്ക് ഈ കൊള്ളൊന്നും പറയാനില്ല. ദൈവത്തിന് നന്ദി. എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടും എൻ്റെ കഷ്ടപ്പാടും എൻ്റെ കൂടുള്ളവരുടെ കഷ്ടപ്പാടും എൻ്റെ പപ്പയും മമ്മിയുടെ പ്രാർത്ഥന എല്ലാം കൊണ്ടാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ആ റോയിലിരിക്കുമ്പം മറ്റേ പുലിവാൽ കല്യാണത്തിൽ ജഗദീശായിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ ഇരുന്നത്. എല്ലാ ലെജൻസിൻ്റെ കൂടെയാണ് ഞാൻ ഇരുന്നത്. എനിക്ക് ഇതൊക്കെ എൻ്റെ ഡ്രീമാണ്. ഞാനതെല്ലാം ചെറിഷ് ചെയ്ത് ഞാനിപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. പക്ഷേ ഞങ്ങൾ ഈ സിനിമ വളരെ സത്യസന്ധമായി ചെയ്ത നല്ലൊരു സിനിമയാണ്. ഉറപ്പായിട്ടും ഇത് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. ഒരു സാധാരണക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് തന്നെ ഞാൻ പറയാം. ഒരു 10-25 വർഷത്തിന് മുമ്പ് ഞാൻ ഫ്ലൈറ്റ് വെച്ചിട്ട് VKP കണ്ടു പരിചയപ്പെട്ടു. ആ കാലത്ത് തന്നെ ഒരു 200ഓളം ആഡ് ചെയ്ത ഡയറക്ടറാണ് ഞാൻ. അങ്ങനെ ഡാൻസ് ചോദിച്ചു നടക്കുന്ന ആളല്ലായിരുന്നു ആ കാലത്ത്. എന്നാലും ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു, ഇന്ന് ഒരുപാട് പരസ്യചിത്രം കിടക്കുന്നില്ലേ, ചാണകം കരിത്തീറ്റ എന്തെങ്കിലും ഒന്നിനെ വിളിച്ചൂടെ, ചാണകം വരി തെങ്ങിനിട്ടാ നല്ലത്, എന്തെങ്കിലും എടുത്തു എൻ്റെ തോളത്തിട്ട് അതൊക്കെ ഒരു സമയം വേണ്ടേ എന്ന് പറഞ്ഞൊരു ഷേക്കിൻ്റെ ഒന്ന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ആദ്യമായിട്ട് അത് കഴിഞ്ഞ് കുറച്ച് വർഷം കഴിഞ്ഞു ഗുലുമാൽ എന്നുള്ള സിനിമയിലിട്ടു. ഗുലുമാല സിനിമയൊക്കെ ഞാൻ വെച്ചാൽ ആഡ് ഡയറക്ടറുടെ പടത്തിൽ അഭിനയിക്കുന്നു. അപ്പോൾ മിക്കവാറും ഞാൻ ഈ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണല്ലോ,
ഈ പോൺ സ്പോട്ടർ എടുപ്പോൾ ഇങ്ങനെ കൊല്ലം പറയാൻ ചോദിച്ചു, പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഒരു ആഡ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരാളുടെ സ്പോൺസർ പൈസ വാങ്ങിച്ചിട്ട് കൂടെയാണ് ഒരു ഐറ്റത്തിന് പ്രോമിനൻസ് കാണിക്കുന്നതെല്ലാം ഉണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കോമഡി ഫിലിമായിരുന്നു. അന്നത്തെ കാലത്ത് ആ പടം ഹിറ്റുമാണ്. അതിനുശേഷം വളരെ നല്ല വിശേഷമാണ് ഈ സിനിമ ചെയ്യുന്നത്. പാലുമ്പഴം നേരത്തെ മീര ജാസ്മിൻ പറഞ്ഞ മാതിരി നമ്മൾ സെറ്റിൽ സമയം പോയത് അറിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ച നിഷാ സാരിങ് കൂടെ ഉണ്ട്. നിഷാ സാരിങ് 1-2 പടങ്ങളിൽ എൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ മകൻ നിരഞ്ജിത് നിഷാ സാരിങ്ങിയുടെ മകനായിട്ട് 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമയിൽ പോലും ഞങ്ങൾ തമ്മിൽ ഒരു ബെഡ്റൂം സീൻ പോലും ഉണ്ടായിരുന്നു. ഇത് എന്ന രീതി എന്ന് പറയുന്നത് കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. അല്ല, വളരെ സിനിമയിൽ വരുമ്പോഴും അതിനു മുമ്പും ഒരു പാട്ട് സിനിമയെ പാടണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ സാധിച്ചിരുന്നില്ല. ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയൊരു ലോട്ടറി, എന്നെ സംബന്ധിച്ച ലോട്ടറിയാണ്. അങ്ങനെ ഒരു പിന്നണി ഗായകനാകാൻ സാധിച്ചു എന്നൊരു വളരെ സന്തോഷകരമായ കാര്യമാണ് എന്നെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതിന് കാരണക്കാരൻ തീർച്ചയായിട്ടും ഇതിൻ്റെ സംവിധായകൻ ശ്രീ വി കെ പ്രകാശും അതിലെ നിർമ്മാതാവ് വിനോദുമാണ്. പിന്നെ വേറെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, വി കെ പ്രകാശിൻ്റെ ഒരുപാട് സിനിമ ഞാൻ അഭിനയിച്ചു. ഒരുപക്ഷെ എൻ്റെ ഗുരുനാഥനായ പത്മരാജന് ശേഷം ഏറ്റവും കൂടുതൽ അഭിനയിച്ച ഒരു ഡയറക്ടർ വി കെ പ്രകാശാണെന്ന് തന്നെ നിശ്ചയമായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. വി കെ പ്രകാശിൻ്റെ ഓരോ സിനിമകളും വളരെ ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ എൻജോയ് ചെയ്ത് അഭിനയിക്കാവുന്ന സിനിമകളും ഒക്കെയാണ്. വളരെ എൻകറേജ്മെൻറ്റ് തരുന്ന ഒരു ഡയറക്ടറാണ്. അപ്പം നമുക്കറിയാം ഓരോ സിനിമയും വിഭിന്നമാണ്. വി കെ പിയുടെ ഓരോ പടങ്ങളും വിഭിന്നമാണ്. ഈ സിനിമകളിൽ അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വി കെ പിയെ എല്ലാവരും പൊഴുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും 2 വാക്ക് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിന് ശേഷമാണ്. ഇപ്പം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത്ത് സാറുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ, അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ പെർഫെക്ഷനോട് കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു. കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക, അത് പപ്പേട്ടനാണത് അസോസിയേറ്റഡ് ഉള്ളത്, ഒരു വാക്കുപോലും മാറാതെ അത്രക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിലാണ്. അനൂപ് മേനോനും ജയസൂര്യയും കൂടി വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു. അപ്പം ഞാൻ ആദ്യത്തുള്ളൊരു തറവാട്ടിൽ നിന്ന് വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു, സ്ക്രിപ്റ്റ് എവിടെ? അത് മറ്റേ അവിടെ ഇരുന്ന് എഴുതണ്ട അനൂപ്, അടിപൊളി പറഞ്ഞു. ഞാൻ പറഞ്ഞേ അതൊക്കെ ശരിയായിക്കോളൂ, നീ വായി തോന്നണം നീ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞേ അപ്പം എങ്ങനെ പറയും? ഇവിടെ 4 ക്യാമറ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്ത്യൻ റുപ്പി ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത്. ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ 13,000 രൂപ പോകുമെന്നുള്ള ടെൻഷനുണ്ട്. തിലകൻ ചേട്ടൻ, പൃഥ്വിരാജ്, രഞ്ജിത്ത് സാറ്, എസ് കുമാർ പുലികളുടെ നടുക്കാണ് നിൽക്കുന്നത്. ഞാൻ ഈ സെമിനാരിൽ പഠിക്കുന്ന ആൾ ലീവിന് വന്ന പോലെ പോയി. കാരണം വളരെ ഫ്രീഡം. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ബിന്ദാസ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ബിന്ദാസാണ് ക്യാമറമാൻ, എനിക്കറിയില്ല. അപ്പൊ ജോമോണ്ടി ജോണാണ്. പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണമെന്ന് എന്താണ് മനസ്സിലായില്ല. കട്ടല്ല പറയുന്നത്. അപ്പൊ ടെക്നോളജി, ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ബ്യൂട്ടിഫുള്ളാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി. കാരണം അതറിയില്ല, പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അന്ന് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വിളിച്ചപ്പോൾ രാജ് റെസിഡൻസിയിലായിരുന്നു. അന്ന് ഞാൻ ഇതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു. കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത്. ഒരു ചെടി എനിക്ക് തന്നു, ഓർമ്മയുണ്ട്? ഒരു സായിപ്പ് ഉണ്ടായിരുന്നു രാജ് റെസിഡൻസിൽ. അപ്പം എന്താന്ന് ചോദിച്ചു, ഈ ചെടി ഈസി ആൻഡ് നേച്ചർ ലവർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല, പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ്. പുള്ളി അത് ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത്. അപ്പൊ പുള്ളി അയർലൻഡിൽ നിന്ന് വന്നേക്കണം. പുള്ളി എന്ന് പറഞ്ഞു, ഒരാളെ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ആ ഡോക്യുമെന്ററിക്ക് അയർലൻഡിൽ സമ്മാനം കിട്ടിയെന്ന് തോന്നുന്നത്. ഈ ചെടി എല്ലാ ദിവസവും എൻ്റെ മുറ്റത്ത് അത് നിൽപ്പുണ്ട്. കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത്. വി കെ പിയുടെ പോലെ തന്നെയാണ്. വളവും വേണ്ട വെള്ളവും വേണ്ട, വളർന്നുകൊണ്ടേ. ഞാനിവിടെ എല്ലാ അത്യാവശ്യ സിനിമ ലോഞ്ചിലും ഞാൻ ഇവിടെ എത്താറുണ്ട്. അപ്പം ഞാൻ കൂടുതലും ആ ക്യാമറയുടെ ബാക്കിൽ ഞാൻ നിൽക്കുക. അപ്പോൾ കനവരൊക്കെ ഒന്ന് കാണാൻ എല്ലാത്തിനും വേണ്ടിയിട്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ നോക്കിയിട്ട് നമ്മളെല്ലാവരും മുകളിലേക്ക് നോക്കി നിൽക്കാറില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരുപാട്
ചന്ദ്രന്മാർ ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ VKP സാറിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പടം ഞാൻ 2-3 പ്രാവശ്യം കാണണമെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജ്, മറ്റേ നമ്മുടെ ബ്യൂട്ടിഫുൾ, അതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നും. സാറിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞ ഒരു ഹിന്ദി മൂവിയൊക്കെ മേക്ക് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്ക് കാണുന്നതൊക്കെ. അപ്പോൾ ഈ പടവും നല്ല പാലും പഴവും എന്ന പടം ഭയങ്കര ഹിറ്റായി മാറ്റി. പിന്നെ മീര ജാസ്മിൻ നമ്മുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആക്ടറാണ്. നിങ്ങളെല്ലാവരും സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിയും.